ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ രസമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നല്ല ചൂടൊക്കെ മാറിയിട്ട് ഇപ്പോൾ മഴയും കാറ്റും അതുപോലെ തന്നെ നല്ല തണുപ്പുമൊക്കെ മിക്ക വീടുകളിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് പനിയും ജലദോഷവും ഒക്കെ ആയിട്ടിരിക്കുകയല്ലേ. എങ്കിൽ പിന്നെ നമുക്ക് നല്ലൊരു രസമൊക്കെ ഉണ്ടാക്കിയാലോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയുമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിന് പിഴുപുളി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ രസം തയ്യാറാക്കാനായിട്ട് ഇതെല്ലാം ഒന്ന് ചതച്ചാണ് എടുക്കുന്നത്. തക്കാളിക്കായോ മല്ലിയിലയോ ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു രസം തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞപ്പോൾ നമ്മളിതിലേക്ക് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി കൂടി കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് അളവിലേ ഉണ്ടാക്കുന്നുള്ളൂ രസം, അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ആദ്യം തന്നെ നമ്മളിതുപോലെ പൊടികളൊന്ന് മിക്സ് ചെയ്തും അതുപോലെ പുളിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തും പിന്നെ നമ്മൾ കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ടല്ലോ ആ കുരുമുളകും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ജീരകമൊക്കെ അതെല്ലാം കൂടി ആദ്യമേ തന്നെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് രസം ഉണ്ടാക്കാൻ പറ്റും. സ്റ്റവ് കത്തിച്ച് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. നല്ലതുപോലെ കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1-2 കൊച്ചുള്ളിയും 2 വറ്റൽമുളകും കൂടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ചതച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കണം. അരഞ്ഞു പോകല്ലോ കേട്ടോ, കൃഷി ചെയ്തെടുക്കത്തില്ലേ അങ്ങനെ എടുക്കാവുള്ളൂ. കല്ലിൽ വെച്ചാണെങ്കിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ചതച്ചത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് നല്ലൊരു മണമാണ്. ആ വെളുത്തുള്ളിയും ഉള്ളിയും കുരുമുളകും ജീരകവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിനിയാണ് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ആ പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളുടെ ആ ഒരു പച്ചമണം മാറണമല്ലോ, അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കാം. നിങ്ങൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. നമ്മൾ പൊടിയൊക്കെ ചേർത്ത് ഇളക്കി മൂത്ത് വന്നപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് പിഴിഞ്ഞ് ആ ഒരു ചാറൊഴിച്ച് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക, പച്ചവെള്ളം ഒഴിക്കാതെ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് തിളയ്ക്കാനായിട്ട് അനുവദിക്കല്ലേ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ അരപ്പൊക്കെ ചേർത്ത് അതായത് പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ തിളപ്പിക്കാനായിട്ട് പോകുന്നില്ല. ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ചെറിയ തിള വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു രസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് തിളപ്പിക്കല്ലേ, ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല അസാധ്യ ടേസ്റ്റ് കേട്ടോ ഈ ഒരു രസത്തിന്. നമ്മളിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ തക്കാളിക്കായും ചേർത്ത് കൊടുക്കുന്നില്ല. എങ്കിൽ പോലും നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയ ഒരു രസം തന്നെയായത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അസാധ്യ ടേസ്റ്റാണ്. നല്ലൊരു മണമാണ് കേട്ടോ. ഇപ്പോൾ ആ തിളപ്പിച്ച് ആ പാത്രത്തിലേക്ക് ഒഴിച്ചപ്പോൾ തന്നെ എന്തോ ഒരു മണമാണെന്നറിയാമോ. ഈ ഒരു സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയല്ലേ. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് കമൻറ്റും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെയാണ് അറിയിക്കേണ്ടത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയും സമയം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. താങ്ക് യു.